ഇതെൻ്റെ വളരെ മോസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഡേ ആണ് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഹോസ്റ്റൽ ഡേയ്സ് മിസ് ചെയ്യുന്നു, വ്ളോഗ് മിസ് ചെയ്യുന്നൊക്കെ. സോ അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജൂഡിത് ഹാരീസ്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൻ്റെ റൂമിൽ നിന്നും പുറത്തേക്കുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. കാരണം നല്ല മേലുള്ള റൂമാണിത്. അപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഇതാ ബിൽഡിങ്ങൊക്കെ ഇതുപോലെ ഇരിക്കും. താഴത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു കാഴ്ച അത്രയൊക്കെ ഉള്ളൂ. ഏത് എസ്തെറ്റിക് ആയിട്ടല്ലേ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. എന്തായാലും സംഭവം വർക്കായെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ബാംഗ്ലൂർ വരുമ്പോൾ എനിക്ക് എന്താ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ അലർജികൾ സ്റ്റാർട്ട് ചെയ്യും. കണ്ണിൽ അലർജി, മൂക്കിന് അലർജി, ഒന്നും പറയാനില്ല. അവിടെ നിന്ന് തുടങ്ങിയ അലർജി ഇതുവരെ, ഞാനിപ്പോൾ നാട്ടിലാണ് കേട്ടോ, ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ എന്തായാലും കണ്ണ് നല്ല പ്രശ്നമായിട്ടിരിക്കുകയാണ്. അവിടുത്തെ വെള്ളത്തിൽ ഇങ്ങനെ കഴുകുമ്പോൾ തന്നെ എൻ്റെ കണ്ണിങ്ങനെ അലർജി മൂത്ത് വരും. എന്തായാലും നമുക്കതൊന്നും നോക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നാളെ എക്സാമാണ് ഈ വ്ളോഗ് എടുക്കുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ റെഡി ആവുകയാണ് പഠിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ബുക്കിൻ്റെയൊക്കെ ആവശ്യം എനിക്കുള്ളൂ. ഞാൻ അങ്ങനെ ഒരുപാട് എഴുതി വായിച്ചും അങ്ങനെയൊന്നും പഠിക്കുന്ന ആളല്ല. എനിക്ക് തോന്നുന്ന പോലെ അങ്ങ് പഠിച്ച് തീർക്കുക എന്നല്ലാതെ എനിക്കൊരുപാട് സ്ട്രെസ് എടുത്ത് പഠിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞ് 9 മണി 8:52 അത് തന്നെ കറക്റ്റ് ആവാറായപ്പോഴാണ് ഞാൻ അവിടെ ഇറങ്ങുന്നത്. പിന്നെ ഇതാ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ സിബോളിൻ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചുണ്ടിൽ തേക്കാൻ നമുക്ക് അതിൽ കൂടെ നടക്കാൻ പറ്റില്ല. 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മാക്സിമം തേക്കാതിരുന്ന് കഴിഞ്ഞാൽ ചുണ്ടൊക്കെ പൊട്ടി നല്ല സീനാവൂട്ടോ. അങ്ങനത്തെ ഒരു തണുപ്പാണ് അവിടെ. വ്ളോഗിൽ തുടക്കം പറയാൻ പറ്റിയ സാധനം വരനെ തേടുന്നു. വയസ്സ് 20. ഐഫോൺ നിർബന്ധം അല്ലേ നല്ല മനസ്സായിരുന്നു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്നെ ഓർക്കുക. ഞങ്ങൾ രാവിലത്തെ ചായയൊക്കെ കുടിച്ചു. രാവിലെ ചായക്ക് ഞങ്ങൾക്ക് ദോശ സാമ്പാറായിരുന്നു. പക്ഷെ അന്നേരം ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. നല്ല ദോശ സാമ്പാറായിരുന്നു. ജഹാന 1 8 എങ്ങനെ കഴിച്ചിട്ടുണ്ട്? ഞാൻ 2 കഴിച്ചുള്ളൂ. എനിക്ക് ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടമല്ല. എങ്ങനെ കഴിക്കാൻ? എന്നാൽ രാത്രി കലക്കിയല്ലേ കുടിച്ചത്. ശരിയാ. നമ്മളിന്നലെ 10:45 വരെ പഠിച്ചു. എന്നിട്ട് അരമണിക്കൂർ ബ്രേക്കിന് വരെ 1:30 വരെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് കയറി കിടന്ന് പറഞ്ഞു. ജഹാനശ്വരൻ സ്കിൻ കെയറിലോട്ട് പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഒരാഴ്ചത്തെ തുണി അലക്കാൻ കളപ്പണം. ഇനി അലക്കിയിട്ടാണ് സ്കിൻ കെയർ. മറ്റുള്ളവർ അലക്കാൻ പോയി. ഇവിടെ 2 പേരും ഇവിടെ ഉണ്ട്. അവർ അലക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കാൻ പോവാണ്. ഞാൻ പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ കണ്ണട ഒരു ഷോയ്ക്ക് വെച്ചാൽ നിങ്ങൾ ആരും വിചാരിക്കരുത് പ്ലീസ്. കാരണം എനിക്ക് റീഡിങ് ക്ലാസ് ആണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണിന് പ്രശ്നം വന്നു തുടങ്ങി. സോ ഞാൻ വിചാരിച്ചു ഒരു റീഡിങ് ക്ലാസ് മേടിച്ച് വെക്കുമ്പം കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യാനും പിന്നെ വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. പക്ഷേ ഇത് വെക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് കേട്ടോ. കാരണം വെക്കാതെ ശീലിച്ചിട്ട് ഞാൻ അത് വെക്കാറേ ഇല്ല. കണ്ണിൻ്റെ അവിടെ എന്തോ ഒരു വേദന പോലെയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു മണിക്കൂറൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ബ്രെയിൻ ചലിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണല്ലോ വിശപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് വിശന്ന് തുടങ്ങി. എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ ബൗൺസിൻ്റെ ഒരു ഓറഞ്ച് കളർ. സോ അതൊക്കെ തന്നെ അങ്ങനെ ഇരുന്നു. ഹലോ ഗായ്സ്, ഇപ്പോൾ സമയം ഏകദേശം 6:07. 10:11 കണ്ടിട്ട് സമയം കാണിച്ചിട്ട് പോയതാ. ഇപ്പം 6:07 ആയി. അപ്പം ഞങ്ങളെല്ലാവരും ഉച്ച വരെ ഞങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാം അതിനുശേഷം ഞങ്ങളൊക്കെ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു, ഒരു പണിയില്ലാതെ. ഞാൻ പഠിക്കായിരുന്നു കേട്ടോ. ഫുൾ പഠിക്കാൻ കണ്ടോ? കാണിക്കൂ, പറയൂ, എന്തേലും പറയൂ. എനിക്കൊന്നും പറയാനില്ല. കരയാണ് ഇവിടെ എല്ലാരും. ഫാർമക്കോളജി എന്ന് കേൾക്കുമ്പോ തന്നെ കരഞ്ഞു കൊടുക്കും ഇവിടെ. അതിനകത്ത് കുഞ്ഞായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ പഠിക്കാൻ പോവാണ്. അപ്പൊ സമയം 6:08. ഞങ്ങളൊരു എന്തായാലും ഒരു 7:30 വരെ പഠിക്കാൻ പോവാണ്. ചുമ്മാതാണ് ഗൈസ്. 6, 7, 8 മണി വരെ ഇവിടെ ദീപം കുടുംബശ്രീയാണ്. അവളാണ് അതിന്റെ പ്രസിഡന്റും. 11 മണിക്ക് ശേഷം മാഗി, അതിനുശേഷം കാപ്പി, പിന്നെ ഉറക്കം. ഉറങ്ങാതിരിക്കാൻ വേണ്ടി കാപ്പി ഇട്ട് കുടിക്കുന്നു, പോയി കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങാൻ വേണ്ടി കാപ്പി കുടിക്കുന്നു. പക്ഷെ ഇന്ന് ഞാൻ നാളെ പോകണ്ടല്ലേ. അവള് പോവാണ്. അവള് വേറെ കോളേജിലാണ് എക്സാം എഴുതുന്നത്. ഞങ്ങളൊക്കെ പക്ഷെ അല്ല, ഇവളും വേറെയാണേ. ഞാനും അവളും ഒരേ കോളേജിലാണ്. അപ്പൊ ഞങ്ങള് പഠിക്കാൻ പോട്ടെ പ്ലീസ്. ഞങ്ങള് ശല്യപ്പെടുത്തരുത്.
ഗൈസ് സമയം ഇപ്പം എത്ര മണി? 8:54. ഇവിടെ പൊരിഞ്ഞ തണുപ്പാണ്. പക്ഷെ ഇവക്ക് മാത്രം തണുക്കുന്നില്ല, അതെന്താന്ന് എനിക്കറിയില്ല. അത് മനുഷ്യനല്ല ഗൈസ്, തൊലിക്കട്ടി. ഭയങ്കര തണുപ്പാണ് ഇവിടെ. തണുപ്പ് കൂടി കൂടി വരും ഓരോ ദിവസം കഴിയുന്നോറും. ഇവിടെ വരുമ്പോഴത്തേക്കും കണ്ണിന് അലർജി, അത് ഇത് ട്യൂബർകുലോസിസ് ദേവനയുടെ നഴ്സിംഗ് പഠിക്കുന്ന ആൾക്കാരാ. അവത്തൊക്കെ ഒരു ട്യൂബർകുലോസിസ് കാര്യമൊക്കെ ഉണ്ട്. അവൾ കോമഡി പറഞ്ഞതാ. ഇത് കണ്ടോ, കണ്ണിനൊക്കെ അലർജിയായി ഇവിടെ വരുമ്പോ. കണ്ണിന് അലർജി, മൂക്കിന് അലർജി, എല്ലാത്തിനും അലർജിയാ. കൊള്ളല്ലേ സാധനം. അപ്പൊ ഞങ്ങൾ വീണ്ടും പഠിക്കാൻ വേണ്ടി പോവാണ്. വെറുതെ ആണ് ഉറങ്ങാൻ വേണ്ടി ഞങ്ങളൊരു 11 മണി വരെ മാക്സിമം പഠിക്കും. പിന്നെ ഞങ്ങളൊരു മാഗിയോ ഒരു കോഫിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ കഥ മാഗി ഇനി കോഫിയോ. ഭാഗ്യം തീർന്നു. അതൊരു ഓണത്തിന് പറഞ്ഞാണ്, പറയാൻ പാടില്ല. നമ്മൾ കോഫിയൊക്കെ ഇട്ട് കുറച്ച് കഥയൊക്കെ അതെ, ഏതായാലും പൊളി വൈബ്. പക്ഷെ മാഗി നല്ല സൂപ്പർ മാഗി ആയിരുന്നു. അതെ, കുറച്ച് ഉപ്പ് കൂടി പോയതേ ഉള്ളൂ. അഫ്ഗാനി മന്തിയുടെ വേറൊരു വൈബിയോ എന്തായിരുന്നു? വായ് വായ്. ഇവിടെ ഇങ്ങനെ കൊറേ ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട് സാധനങ്ങള്. വൈ വൈ ഭയങ്കര വലിയ കമ്പനിയാണ് ജഹാന പറയാൻ പറ്റുന്നത്. ചൈനീസ് ആണ് കവർ കൊടുക്കും. ജഹാനയുടെ ഡ്രസ് കണ്ട ഗൈസ്? അതൊന്നും കാണിക്കണ്ട, ഇത് OTT ഒന്നും അല്ല. ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഔട്ട്ഫിറ്റ്. ഇവിടെ കുറച്ച് വേറെ അധികമുണ്ട്. ട്യൂമർ അടിച്ചാണ് ഇങ്ങനെ. അവളുടെ മുഖത്തുള്ള ഈ കുരു കാരണമാണ് അവളുടെ ഡിപ്രഷൻ അടിച്ച് നടക്കുക. ഈ ഒരു ഒറ്റ കുരു കാരണം. അപ്പൊ എന്റെ മുഖത്തൊക്കെ എന്ത് കാണണം? ഞാൻ എങ്ങനെ നടക്കണം? പഠിക്കാന്ന് പറഞ്ഞ ആളാണ്. അതിലൊരു സിനിമ കഥ ഒരു ഡയലോഗില്ലേ 5-ാം പാതിരക്കകത്ത്? അവനൊരു ഡയലോഗ്, വില്ലനൊരു ഡയലോഗില്ലേ? വില്ലനെ അവസാനം കാണിക്കില്ലേ? അല്ല, ഒരു ഡയലോഗ് ഉണ്ട് അവന്. അവനൊരു ഡയലോഗ് അതിൽ ഫേമസാ. എന്താ കോഫ് കുടിക്കാന്ന് പറഞ്ഞിട്ട് പഠിക്കാന്ന് പറഞ്ഞ ആളാണ്. എത്ര മണിയായി നോക്കും? 1:12 ഗൈസ്. 1:12. ഞങ്ങളെല്ലാം പല്ലേക്കാൻ പോണ ഗൈസ്. 1 മണി വരെ ഞങ്ങൾ സിനിമ കഥ എല്ലാം പറഞ്ഞു തീർത്തു. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്. ഞാൻ പറയില്ലേ കോഫ് കഴിച്ചിട്ട് പോയിക്കൊണ്ടു പറയും സംസാരം. കണ്ട, ഞങ്ങൾ അങ്ങനെ ഫുൾ സിനിമാ കഥയും പറഞ്ഞു തീർത്തു. ഞങ്ങൾ എല്ലാ കഥയും പറഞ്ഞു. ഞങ്ങൾ ന്യൂജൻ തൊട്ട് ഓൾഡ് ജൻ തൊട്ട് മമ്മൂട്ടി, മോഹൻലാൽ തൊട്ട് പ്രേം നസീർ വരെ പോയില്ല അല്ലേ? എനിക്കറിയത്തില്ല കേട്ടോ, വ്ലോഗിലൊക്കെ വന്ന എനിക്കറിയത്തില്ല. ഞങ്ങൾ അവിടെ വരെ പോവാതെ മമ്മൂട്ടി, മോഹൻലാൽ തൊട്ടിട്ട് ഇപ്പൊ ഉള്ള പ്രണവ് മോഹൻലാൽ വരെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമിഴ് വരെ പോയി. അവനല്ല മരിച്ചത്, മറ്റേ സത്യനെയാണ് പാമ്പ് കൊത്തി മരിച്ചത്. പിന്നെ ഇപ്പൊ ഞങ്ങൾ പഴയ കാലത്തായിട്ട് പോയി. ഞങ്ങളെല്ലാം എന്തായാലും ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ഹൃദയം തരണേ, കൂട്ടുകൂടണേ.